1862 അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം കോഴിക്കോട്ടെ മാപ്പിളമാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന കണ്ണംപറമ്പ് ശ്മശാനം ഏറ്റെടുക്കുന്നത്. 1900 സർക്കാരിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണാർത്ഥത്തിൽ ശ്മശാനമായി പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിലും അതിനു മുൻപ് തന്നെ മുസ്ലിം അനാഥ മയ്യത്തുകൾ ഇവിടെ കബറടക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1858 കോളറ എന്ന മഹാമാരി സമൂഹത്തെ ക്രൂരമായി കീഴ്പ്പെടുത്തുകയും മയ്യത്തുകൾ കബറടക്കാൻ മുസ്ലിം പള്ളികളിൽ സ്ഥലമില്ലാതാവുകയും ചെയ്തത് കാരണമാണ് മലബാർ ഭരണകൂടം സ്ഥലം ഏറ്റെടുക്കുന്നത്. സെൻറ്റ് ജോർജ് ഗസറ്റ് പ്രകാരം 17 ഏക്കറായിരുന്നു ഭൂമി, ഇന്ന് 13 ഏക്കറിൽ നിലനിൽക്കുന്നുണ്ട്. കോളറ എന്ന മഹാമാരി കാരണം പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്ന ഈ ശ്മശാന ഭൂമിക്ക് നിപ്പയെയും കോവിഡ് മഹാമാരിയെയും അതിജീവിച്ചതിൻ്റെ കഥ പറയാനുണ്ട്. പണ്ഡിതരും മഹാന്മാരും ഉൾപ്പെടെ 10,000-ങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഈ മൊയ്തു മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഉൾപ്പെടെ ഭാഷാസമര രക്തസാക്ഷികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ നമുക്ക് പ്രിയങ്കരായ ഒട്ടനവധി പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. പ്ലോട്ടുകളായി തിരിച്ച് കൃത്യമായും സിസ്റ്റമാറ്റിക്കായും ഇവിടുത്തെ കമ്മിറ്റി ഈ ഭൂമിയെ ഏറ്റവും മനോഹരമായി സംരക്ഷിച്ചു പോരുന്നുണ്ട്. കൂടുതൽ കോഴിക്കോടൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.